എല്ലാവർക്കും സാന്ദ്രം ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ മോഹൻകുമാർ. ഇത് നിൽക്കുന്നത് മംഗലാപുരത്ത് അടുത്തുള്ള മഞ്ജുനാഥ ക്ഷേത്രമാണ്, മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ഉണ്ടായത് ചരിത്രം പറയാം. അതായത് പരശുരാമൻ കേരളം സൃഷ്ടിക്കുന്നു. ശിവൻ്റെ നിർദ്ദേശപ്രകാരം പാപം മോചിതനായിട്ട് പരശുരാമൻ കേരളം സൃഷ്ടിക്കുകയും പരശുരാമൻ അനുഗ്രഹം നൽകുന്നതിനായിട്ട് ശിവനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരശുരാമന് ശിവൻ അനുഗ്രഹത്തിനായി വന്ന സ്ഥലമാണ് ഇത് എന്ന് പറയപ്പെടുന്നു. പത്നി സമേതം, അതായത് പാർവതിയോട് ദേവിയോടുകൂടി ചേർന്ന് ശിവൻ ഈ കദ്രിമല, ഈ മലയുടെ പേര് കദ്രിമലയാണ്, കദ്രിമലയിൽ വന്ന് ഇവിടെ വന്ന് പരശുരാമനെ അനുഗ്രഹിക്കുകയും പരശുരാമനെ മോക്ഷം കൊടുക്കുകയും അങ്ങനെ ഈ സ്ഥലത്തിന് കദ്രി മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇത് 11-ാം നൂറ്റാണ്ടിൽ ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതായിട്ടാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. ഈ മലയുടെ പേര് കദ്രിമല. ഈ മലയുടെ പ്രത്യേകത, ഇപ്പം ഞാൻ ഈ കാണുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ദേവി എന്ന് പറയുന്നത് മഞ്ജുനാഥ സ്വാമിയുടേതാണ്. നേരെ കാണുന്നത്, അകത്ത് വീഡിയോ പ്രവേശനമില്ല, കവാടമാണ്. ഗണപതി ക്ഷേത്രം നേരെ കാണുന്നു. അതിനപ്പുറത്ത് വീണ്ടും ദേവിയുടെ ക്ഷേത്രമുണ്ട്. ഈ കാണുന്നത് ഒരു ഗണപതിയുടെ ക്ഷേത്രമാണ്. ഈ പോകുന്ന പടി നേരെ ഒരു സ്തൂപം കാണുന്നുണ്ട്, വിളക്കുമാണ്. അവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ പ്രതിഷ്ഠയുണ്ട്. ഹനുമാൻ പ്രതിഷ്ഠയും കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോകും. നിരവധി പടികളുണ്ട്, ഭയങ്കര പൊക്കമാണ്, മലയാണ്. ആ പടികൾ കയറി ഹനുമാൻ പ്രതിഷ്ഠ കാണാം. അവിടുന്ന് വീണ്ടും ഒരു 180 പടി കയറി കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ഒരു ബ്രോൺസ് വിഗ്രഹം അവിടെയുണ്ട്, ബുദ്ധ വിഗ്രഹം കാണാം. ഇത് കദ്രിമലയാണ്. ഈ കദ്രിമലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതയെന്ന് പറയപ്പെടുന്നത്, ഇവിടെ നിരവധി ഉറവകൾ കാണാം, വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ ഉറവകൾ, നിരവധി ഗുഹകളുമുണ്ട് ഈ മലയിൽ. ഈ ഗുഹകൾക്ക് മുമ്പ് പാണ്ഡവർ ഒളിച്ചിരുന്നതായിട്ടും പാണ്ഡവ ഗുഹകളെന്നും വിളിപ്പേരുണ്ട്. ഇവിടെ എല്ലാം ഡൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, തൊഴുതിറങ്ങിയ ആൾക്കാർ വരുന്ന കാഴ്ചകൾ കാണാം. വളരെ പുരാതനമായ 11-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ക്ഷേത്രമാണ് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. മഞ്ജുനാഥൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവൻ്റെ പേര് മഞ്ജുനാഥൻ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ, മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ മഞ്ഞെന്നാണ് അറിയപ്പെടുന്നത്. മഞ്ഞിൻ്റെ നാഥൻ, മഞ്ഞിൻ്റെ ലോഡ്ജ്, അതാണ് മഞ്ജുനാഥൻ, മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം.